എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് പാചക ആവശ്യത്തിന് വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരും ഹോട്ടലുകളിലും മറ്റും വാണിജ്യ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരും മാർച്ച് 25 മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇറാനെതിരെയും അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണത്തെ തുടർന്നുണ്ടായ പശ്ചിമേഷ്യൻ സംഘർഷം 25 ദിവസം കഴിഞ്ഞതോടുകൂടി ലോകമെമ്പാടും ഇന്ധന ദൗർലഭ്യവും LPG ഗ്യാസ് ക്ഷാമവും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ നമുക്ക് രാജ്യത്തേക്ക് വന്നുകൊണ്ടിരുന്ന LPG ഗ്യാസിന്റെ വരവിൽ വലിയ തോതിൽ തടസ്സം നേരിട്ടതിനെ തുടർന്നുണ്ടായ LPG ക്ഷാമം ഇനിയും തുടരുന്നതിനാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ചില നിയന്ത്രണങ്ങൾ വരുവാൻ പോവുകയാണ്. അതേസമയം പരിമിതമായിട്ടുള്ള സ്റ്റോക്ക് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കുടുംബങ്ങളിലേക്ക് LPG ഗ്യാസ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിലവിലുള്ള 14.2 കിലോഗ്രാം സിലിണ്ടറിന്റെ ഗ്യാസിന്റെ തൂക്കം 10 കിലോ ആയിട്ട് കുറയ്ക്കുമെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു. 14.2 കിലോഗ്രാം സിലിണ്ടർ സാധാരണ നിലയിൽ 35 ദിവസം മുതൽ 40 ദിവസം വരെ ഒരു കുടുംബത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. 10 കിലോഗ്രാം സിലിണ്ടർ ഏതാണ്ട് ഒരു മാസം വരെ ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇത്തരത്തിൽ 10 കിലോ LPG മാത്രമായിട്ട് നൽകിയാൽ കൂടുതൽ പേർക്ക് LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുവാൻ സാധിക്കുമെന്നും അതിനായിട്ടുള്ള നടപടികൾ ഇന്ധന കമ്പനികൾ ആരംഭിച്ചുവെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ LPG പ്രതിസന്ധി നേരിടുവാൻ ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ടുള്ള സിലിണ്ടറിലെ തൂക്കം കുറച്ച് 10 കിലോഗ്രാം ആക്കുമെന്ന രീതിയിലുള്ള വാർത്തകൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത്തരം ഒരു നീക്കവും ഇല്ലെന്നും ഇത് ഊഹാപോഹം മാത്രമാണെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ ഒരു ഗ്യാസ് ലഭിച്ച ശേഷം വീണ്ടും അടുത്തത് ലഭിക്കണമെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസം കഴിയേണ്ടതായിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലാണ് എങ്കിൽ 25 ദിവസവും കഴിയേണ്ടതാണ്. അനുവദിച്ചിരിക്കുന്ന ഈ ദിവസങ്ങൾക്ക് മുൻപായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ഗ്യാസ് സിലിണ്ടർ നമുക്ക് ബുക്ക് ചെയ്യുവാൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെടുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു രീതിയിൽ ബുക്കായി എന്ന രീതിയിൽ ആണെങ്കിൽ പോലും വിതരണ സമയത്ത് നമുക്ക് ഡെലിവറി ചെയ്യുവാൻ സാധിക്കുന്നതല്ല എന്നായിരിക്കും അറിയിപ്പുണ്ടായിരിക്കുന്നത്. വിതരണ ഏജൻസിയുടെ സിസ്റ്റത്തിൽ ഇതായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിനാൽ സിലിണ്ടറുകൾ ലഭിക്കുന്ന തീയതി ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്യാസ് സിലിണ്ടർ ലഭിച്ച ശേഷം 45 ദിവസം അല്ലെങ്കിൽ നഗരത്തിലാണെങ്കിൽ 25 ദിവസമാകുന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത സിലിണ്ടറിനെ ബുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ഏകദേശം 93,000 ടൺ LPGയുമായിട്ട് 2 വലിയ ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇവ മാർച്ച് 26-നും 28-നും ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ എത്തുന്നതാണ്. കേരളത്തിൽ കൊച്ചി തുറമുഖത്ത് പ്രധാനമായിട്ടും ഫെബ്രുവരി 28-ന് ശേഷം ഗ്യാസ് കപ്പലുകൾ എത്തിയിട്ടില്ല. ലോകകമ്പോളത്തിൽ LPGയുടെ വില കുതിച്ചുയർന്നാൽ ഏപ്രിൽ 1 മുതൽ രാജ്യത്ത് ഗ്യാസ് വില വർധനവ് ഉണ്ടായിരിക്കുന്നതാണ്. മാർച്ച് മാസത്തിൽ ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വർധനവ് വരുത്തിയിരുന്നു. 14.2 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറിന് 60 രൂപ ഈ മാസം വർദ്ധിപ്പിച്ചു. കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ ഏകദേശം 920 മുതൽ 933 വരെയാണ് നിലവിലെ വില. വീടുകളിലേക്ക് എത്തിക്കുന്നതിന് ദൂരം അടിസ്ഥാനമാക്കി 50 രൂപ വരെയൊക്കെ വിതരണക്കാർ ഇത് കൂടാതെ വാങ്ങുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സിലിണ്ടറിന് 970 മുതൽ 1000 രൂപ വരെയാണ് മാർച്ച് മാസത്തിൽ നമുക്ക് നൽകേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ ഗ്യാസ് ക്ഷാമം മൂലം ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുന്ന സാഹചര്യം പരിഗണിച്ച് വാണിജ്യ LPG വിഹിതം 50% ഉയർത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മാർച്ച് 23 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. LPG ഗ്യാസ് ക്ഷാമം നേരിടുവാൻ വഴിയുള്ള പാചകവാതകമായിട്ടുള്ള PNG കണക്ഷനുകൾ പ്രോത്സാഹിപ്പിക്കുവാനാണ് സർക്കാരിന്റെ നീക്കം. സിറ്റി ഗ്യാസ് അഥവാ പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് പാചക ആവശ്യങ്ങൾക്ക് വീടുകളിൽ ലഭിച്ചിട്ടുള്ളവർക്ക് ഇനി മുതൽ LPG സിലിണ്ടറുകൾ കണക്ഷൻ നൽകേണ്ടതില്ലെന്നും നിലവിലെ LPG കണക്ഷൻ ഉള്ളവർ അത് സറണ്ടർ ചെയ്യണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട്. വീടുകളിലേക്കുള്ള LPG സിലിണ്ടർ വിതരണം OTP അടിസ്ഥാനമാക്കിയാണ് നടന്നു വരുന്നത്. സിലിണ്ടർ കൃത്യമായിട്ടുള്ള ആൾക്ക് തന്നെ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും CAC നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതായത് ഡെലിവറി ഓതന്റിഫിക്കേഷൻ കോഡ് സിലിണ്ടർ ഡെലിവറി ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ഇത് ഡെലിവറി ബോയ്ക്ക് നൽകിയാൽ മാത്രമേ വിതരണം പൂർത്തിയാവുകയുള്ളൂ. ഒരു സാമ്പത്തിക വർഷം ഒരു കണക്ഷന് പരമാവധി 15 സിലിണ്ടറുകൾ വരെ മാത്രമേ ലഭിക്കൂ. ഇതിൽ 12 സിലിണ്ടറുകൾ സബ്സിഡി നിരക്കിലും ബാക്കി 3 എണ്ണം വിപണി നിരക്കിലും ലഭിക്കുന്നതാണ്. നിയമപരമായിട്ട് ഒരു വീട്ടിൽ ഒരേ സമയം പരമാവധി 2 സിലിണ്ടറുകൾ മാത്രമേ സൂക്ഷിക്കുവാൻ അനുവാദമുള്ളൂ. ഗ്യാസ് സിലിണ്ടറിന് 300 രൂപ സബ്സിഡി ലഭിക്കുന്ന ഉജ്ജ്വല യോജന സ്കീമിൽ ഉള്ളവർ എല്ലാവരും വർഷം പൂർത്തീകരിക്കേണ്ട ഗ്യാസ് മസ്റ്ററിംഗ് മാർച്ച് 31-നുള്ളിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. ഗ്യാസ് സബ്സിഡി ലഭിക്കാത്തവരും KYC മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തി ആധാരമായിട്ട് ഗ്യാസ് ഏജൻസി ഓഫീസിൽ പോയി സൗജന്യമായിട്ട് ഈ KYC മസ്റ്ററിംഗ് നമുക്ക് പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.